സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. മറ്റൊരു ദിവസം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇന്ന് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ചോദിക്കുന്ന ടോത്ത് കാർഡുകളുടെ സഹായം തേടിക്കൊണ്ട്. എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ, ഞാനൊരു ടാരോ അധ്യാപകനാണ്. എന്ത് ഊർജ്ജമാണ് യൂണിവേഴ്സ് താങ്കളിലേക്ക് നയിക്കുന്നത്? എന്ത് ഫീലിംഗ് ആയിരിക്കും താങ്കൾക്ക് ഇന്ന് തോന്നാൻ സാധ്യത? എന്താണ് ഇന്ന് യൂണിവേഴ്സ് താങ്കൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? എവിടേക്കാണ് താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ത് ഊർജ്ജമാണ് യൂണിവേഴ്സ് താങ്കളിലേക്ക് നയിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ദി എംപറർ എന്ന് പറയുന്ന കാർഡാണ്. എംപറർ എന്ന് പറയുന്നത് ചക്രവർത്തി എന്ന് പറയുന്ന കാർഡാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡാണിത്. ഈ കാർഡ് വരുമ്പോൾ പൊതുവേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർഡർ വരുന്ന ദിവസമാണ്. അതായത് ഒരു ഘടന, സ്ട്രക്ചർ, നമ്മളൊരു പ്ലാനിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പ്രവർത്തിക്കണം, നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നായിരിക്കും ഒരു ഊർജ്ജമാണ്. അപ്പോൾ എപ്പോഴും എംപറർ എന്ന് പറയുന്ന കാർഡ് നമ്മുടെ ജീവിതത്തിൽ ഘടന, സ്ട്രക്ചർ, പിന്നെ അച്ഛൻ എന്ന് പറയുന്നൊരു ഊർജ്ജമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് യൂണിവേഴ്സ് താങ്കളിലേക്ക് അയക്കുന്നത്. രണ്ടാമത്തത് എന്തായിരിക്കും താങ്കളുടെ ഫീലിംഗ്? നമ്മുടെ ഉള്ളിനുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ കാർഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്നത് 1 സെക്കൻഡ് യേഴ്സ്. ഓക്കെ ഡിയർ, അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ലൈറ്റിംഗ് ഇതുകൊണ്ട് ഇത് വായിക്കാൻ പറ്റിയില്ല. നമ്പർ 8 എന്ന് പറയുന്ന കാർഡാണ്. ഇത് മേജർ ആർക്കാനയിൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ്. പക്ഷേ ടോത്തിൽ 8ലാണ് വരുന്നത്. ഈ കാർഡ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബാലൻസിങ് എന്ന് പറയുന്ന ദിവസമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ലൈഫിലെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരുപാട് സ്ട്രെസ്സ് താങ്കൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില ലോറികളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു സൈഡ് മാത്രം ഭാരം വലിച്ച് ഇങ്ങനെ പോകുന്നത്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബാലൻസാണ് നമ്മൾ മനസ്സാഗ്രഹിക്കുന്നതാണ് ഈ കാർഡ് പറയുന്നത്. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് വെൽത്ത് എന്ന് പറയുന്ന കാർഡാണ്. 10 ഡിസ്ക്കാണ്. ഇപ്പോൾ 10 ഡിസ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ കാർഡാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ധനം വരുന്നൊരു കാർഡാണ്. അപ്പോൾ യൂണിവേഴ്സ് ഇന്ന് ആഗ്രഹിക്കുന്നത് താങ്കൾ ഒരുപാട് ധനം ആകർഷിക്കണം, അതിൽ ചിന്തിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. എവിടേക്കാണ് താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്കത് വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ചാരിയറ്റ് എന്ന് പറയുന്നത് വിജയത്തോട് മുന്നോട്ട് പോകുന്നൊരു കാർഡാണ്. അപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസും ചാരിയറ്റും ചേർന്ന് വരികയാണെങ്കിൽ ധനത്തിൻ്റെ ഒരു ഭാഗത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് സംഭവിച്ചില്ലെങ്കിലും അടുത്തൊരാഴ്ചകളിലെങ്കിലും താങ്കളിലേക്ക് ഒരുപാട് ധനം ആകർഷിക്കുന്ന ഞാൻ കാണുന്നു. ഒരുപാടെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം. എന്തായാലും നമുക്ക് നോക്കാം. ഐ വിഷ് യു വെരി ഗുഡ് ഡേ, എ വെരി ഗുഡ് വീക്ക്. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു.